ഗുഡ് ഈവനിങ് എവരി വൺ. ഇറ്റ്സ് മീ സ്നേഹ കിച്ചസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്നെ ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിക്കോ കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഇത് പറയാറുണ്ട്, ഒരു നാണവുമില്ലാതെ. നിങ്ങളാരും കേൾക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് ആ ബെല്ലൈക്കൺ അമർത്തുന്നതിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലല്ലോ. വെറുതെ ഒന്നുമല്ലല്ലോ, ചോദിച്ചിട്ടല്ലേ, നല്ല രീതിയിൽ യാചിച്ചിട്ടല്ലേ. ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു പ്രവാസികളെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടാലോ. കാരണം ഞാനും ഒരു പ്രവാസിയാണ്. ഞാനൊക്കെ പണ്ട് കരുതിയിരുന്നത് എന്താണെന്നറിയാമോ, പ്രവാസികളെ പോലെ ഭാഗ്യം ചെയ്തവർ ഈ ലോകത്ത് വേറെ ഇല്ല. അവർക്ക് എന്താ സുഖം, ഇഷ്ടം പോലെ കാശ്, ഫ്ലൈറ്റിൽ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് വരാം, വരുമ്പോൾ എന്താ ഗമ, പെർഫ്യൂം എന്നൊക്കെയാണ് ഞാനും കരുതി വെച്ചിരുന്നത്. ഇതൊന്നുമല്ല അവരുടെ ലൈഫ് എന്ന് മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ, ഞാനൊരു പ്രവാസിയായപ്പോഴാണ്. ഈ ലോകത്തെ ഏറ്റവും സ്നേഹമുള്ളവർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് പ്രവാസികളാണ്. കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ അമ്മ, അവരുടെ അപ്പൻ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇവരെയൊക്കെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരാണ് അവർ. അവരോടൊക്കെ നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ സാഹചര്യങ്ങൾ അത് കാരണം പ്രവാസ ലോകം തിരഞ്ഞെടുക്കുന്നവർ. ഈ പ്രവാസ ലോകത്ത് 70% ആൾക്കാരും സാഹചര്യം കൊണ്ട് പ്രവാസ ലോകം തിരഞ്ഞെടുത്തവരാണ്. ഇഷ്ടമുണ്ടായിട്ടല്ല, മനസ്സില്ലാ മനസ്സോടുകൂടി. അവരെ പോലെ യാതന അല്ലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വേറെ ഒന്നുമില്ല. 2 വർഷത്തിലൊരിക്കലോ 3 വർഷത്തിലൊരിക്കലോ 1 മാസം മാത്രം ജീവിക്കുന്നവരാണ് അവർ. അവർ ജീവിക്കുന്നത് എന്നുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആഹാരം കഴിച്ചു നടന്ന് ഇരുന്ന് ഉറങ്ങുന്ന ഒരു ജീവിതമല്ല. സ്വന്തം പ്രിയപ്പെട്ടവരോടൊത്ത് അവർക്കിഷ്ടമുള്ള ആഹാരങ്ങൾ കഴിച്ച്, പ്രിയപ്പെട്ടവരോടൊത്ത് സ്നേഹം പങ്കിട്ട്, വഴക്കടിച്ച്, തമാശകൾ പറഞ്ഞ് ഇരിക്കുന്ന ആ 1 മാസത്തെ ലീവ് ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. ആ 1 മാസത്തെ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പിന്നെയും കാത്തിരിപ്പാണ് 2 കൊല്ലത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 കൊല്ലത്തിലൊരിക്കൽ അടുത്ത വെക്കേഷന് വേണ്ടിയിട്ട്. നാട്ടിലെത്ര പ്രിയപ്പെട്ടവരുടെ ഫങ്ഷൻസുകൾ നടക്കുമ്പോഴും ആഘോഷങ്ങൾ നടക്കുമ്പോഴും അതിന് കാശ് അയച്ചു കൊടുത്തിട്ട് മൊബൈലിൽ കൂടി മാത്രം ആ ആഘോഷങ്ങൾ കാണാൻ ഭാഗ്യം ചെയ്തവർ, സ്വന്തം മക്കളുടെ വളർച്ച, അവരുടെ ഉയർച്ചകൾ മൊബൈലിൽ കൂടി മാത്രം കാണാൻ യോഗമുണ്ടായവരാണ് ഈ പ്രവാസികളെന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചുരുക്കം ചിലർക്ക്, എല്ലാവർക്കും ഇല്ലാത്ത ചുരുക്കം ചിലർക്ക്, ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ അവരാർക്കും വേണ്ടാതെയാകും. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ കാണാനിടയായി, ഒരു ന്യൂസ് കാണാനിടയായി. ഒരു പ്രവാസിയായ മനുഷ്യൻ, അയാളുടെ ജീവിതത്തിൻ്റെ 3/4 പങ്കും ഈ മരുഭൂമിയിലായിരുന്നു. സ്വന്തക്കാർക്കും വീട്ടുകാർക്കും വേണ്ടി ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു രാത്രിയിൽ. നാട്ടിൽ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും അദ്ദേഹത്തിൻ്റെ ബോഡി വേണ്ട, പ്രിയപ്പെട്ടവർക്ക് ആർക്കും വേണ്ടാതെ ആയി. ഇതിൽ നിന്നൊക്കെ എന്താണ് പഠിക്കേണ്ടത്? ഒരു പ്രവാസിയുടെ ജീവിതം ഇതാണ്. ചില പ്രവാസികൾക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് പോലും കാണില്ല. സ്വന്തക്കാരുടെ അക്കൗണ്ടിൽ, അല്ലെ ഭാര്യയുടെ, അല്ലെ ഭർത്താവിൻ്റെ, അല്ലെ സഹോദരങ്ങളുടെ, അല്ലെ അപ്പൻ്റെ അമ്മയുടെ അക്കൗണ്ടിലിട്ടാണ്. ചില ആളുകൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിൽ പ്രത്യേകിച്ച് സേവിങ്സ് ഒന്നും കാണുകയുമില്ല. ഇതാണൊരു പ്രവാസി. താങ്ക് യു ഫോർ ദ വാച്ചിങ് വീഡിയോ. ബൈ ബൈ.